പണ്ടില്ലാപ്പള്ളി ടോൾ പാസ എന്ന് പറയുന്ന ഈ ഒരു ടോൾ പാസയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ മാലിക്കിനെ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടാണ് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പിന്നെ നമുക്ക് കുറേ ആളുകൾ ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാനൊക്കെ പറ്റി. ഈ റോഡ് തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോണ റോഡാണ്. അലകാട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ട്രാക്ടറുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ചായ, സ്നാക്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ 1-2 കടകൾക്ക് ഈ ഒരു ഏരിയയിൽ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ നൈറ്റിലാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്റ്റേ ചെയ്യലും പിടിക്കലൊക്കെ ആയിട്ടുണ്ടാവില്ലേ. ട്രക്കിൽ നമ്മൾ ഫുഡ് ട്രക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയില്ലേ, അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് നടക്കാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വണ്ടികളൊക്കെ സ്ലോ ആയിട്ട് വരും. പിന്നീട് ഇവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് പോവാറ്. ആ ഒരു ഏരിയയിലായിട്ട് തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെയ്ത് പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ആന്ധ്രാപ്രദേശിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ഇവിടങ്ങളിൽ ഇങ്ങനെ നിൽക്കാനേ നമുക്ക് തോന്നുക. കാരണം ആ കുന്നിൻ ചെരുവുകളെല്ലാം തന്നെ കോടയിൽ ഇങ്ങനെ മൂടിയിട്ടുണ്ട്. 12 മണിയോട് അടുത്തിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ക്ലൈമറ്റ് വല്ലാതെ നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുത്തും. ഏകദേശം നമ്മളെ പാലക്കാടൻ ഉൾഗ്രാമങ്ങളിൽ അതുപോലെ നമ്മളെ വയനാടൻ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുന്ന ആ ഒരു ഫീലിങ്സ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നീട് നമ്മളിങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ നീണ്ടു കിടക്കുന്ന റോഡാണ്. ഏകദേശം കണ്ണെത്താ ദൂരം ബാക്കിലേക്കും കണ്ണെത്താ ദൂരം മുന്നിലേക്കും നീണ്ടു കിടക്കുന്ന റോഡ്. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ തന്നെ ആയിട്ട് കൃഷിയിടങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തക്കാളി കൃഷിയുടെ ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. തക്കാളികളെല്ലാം തന്നെ നിലത്ത് ഉള്ള തൈകളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മുന്നൊക്കെ ഇങ്ങനെ വയറ് കെട്ടിയിട്ട് അല്ലെങ്കിൽ നൂല് കെട്ടിയിട്ട് അല്ലെങ്കിൽ കയറ് കെട്ടിയിട്ടൊക്കെ കുറച്ച് ഹൈറ്റിലൊക്കെ വളർത്തുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നോർമലായിട്ട് നിലത്ത് തന്നെ പടർന്ന് നിലത്ത് തന്നെ പറിക്കുന്ന രീതിയാണ്. ഈ കാഴ്ച തന്നെ അത് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തി. കാരണം ആ തക്കാളി കാഴ്ചയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ കാണുന്ന കാഴ്ച. കുറേ സ്ത്രീകളിങ്ങനെ ലൈനായിട്ട് ഓരോ വരമ്പിനെയും നോക്കി അതിനെങ്ങനെ താളിച്ച് കൊണ്ടുവരുന്ന പരിപാടിയാണ്. അതായത് അവിടെയുള്ള പുല്ലുകളും കാര്യങ്ങളെല്ലാം തന്നെ ക്ലീനാക്കുന്ന ഒരു പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കൃഷിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ചെറു തൈകളാണ്, ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ അത് താളിക്കുന്ന ആ ഒരു പ്രൊസീജിയർ വല്ലാതെ കണ്ട് മനസ്സിലേക്ക് ഇഷ്ടപ്പെടുത്തി. പിന്നെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു കുരിശ് ഒരു മലൻ്റെ മേലെ കണ്ട് അതിൻ്റെ സൈഡ് ഓരങ്ങളിൽ തന്നെ വരമ്പുകളിൽ കെട്ടിയിട്ട് ചെറിയ ചെറിയ കൂടാരങ്ങളെല്ലാം തന്നെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ചെറിയ കുടിലുകളെ പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം തന്നെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമീപനമുണ്ട് എന്നുള്ളത് ഈ ഒരു യാത്രയിൽ ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ നല്ലൊരു ടൗണിലേക്ക് എത്തി. ആ ടൗണിൽ നിന്ന് നോക്കി കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു മലയുടെ ബാക്ക് ഭാഗങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ടൗണിലുള്ള കടകളെല്ലാം തന്നെ ഈ ഒരു രൂപത്തിൽ ചെറിയ കടകളാണ്. നമ്മുടെ നാട്ടിലെ ഒരു 20 വർഷത്തിൻ്റെ ബാക്കിലേക്ക് അല്ലെങ്കിൽ 15 വർഷം ബാക്കിലേക്കൊക്കെ കൊണ്ടുപോയി എന്നുള്ളൊരു സിറ്റുവേഷൻ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നീട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കൃഷി സമൃദ്ധമായ ഈ ഒരു ഭൂപ്രദേശത്തിന് ഇണങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഷെഡുകളെല്ലാം തന്നെ കറുത്ത നെറ്റിനാലാണ് മൂടിയിട്ട് ഇങ്ങനെ കാണുന്നത്. ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നതിൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മുളകിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. പിന്നെ കമ്പുണ്ടല്ലോ, പോക്കോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പല ജാതി വെറൈറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഓരോ കോഡ് നമ്പറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ ആ ഒരു മലഞ്ചെരുവിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ തന്നെ ഒരുപാട് വീടുകൾ, അതും അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ വീടുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ആ മലമുകളിലേക്കൊക്കെ നോക്കുമ്പോൾ കുരിശിൻ്റെ പല ഭാഗങ്ങളും മുന്നേ കണ്ടതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പല ബിൽഡിങ്ങുകളും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ മലഞ്ചെരുവിലേക്ക് നോക്കുമ്പോൾ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ആ വീടുകളുടെ ഒരു കൂമ്പാരം അല്ലെങ്കിൽ ഒരു കോളനി പോലെ അവിടെ ഇങ്ങനെ രൂപപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലത്തെ ഷെഡുകൾ തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. കൃഷി സമൃദ്ധിയുടെ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഏരിയ ഫീൽ ചെയ്തത്. കറുത്ത നെറ്റിനാൽ തന്നെ മൂടിയിട്ട് സൂര്യപ്രകാശം അതുപോലെ വെളിച്ചത്തെയൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഷെഡുകളാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ ഷെഡുകളുടെയും മുന്നിൽ ടാങ്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതായത് ഇവർ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടാണ്
ഈ ഒരു കൃഷി അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നിപ്പോകും. ആ കാണുന്ന കുരിശുണ്ടല്ലോ, ആ കാണുന്ന കുരിശ് നമ്മൾ നേരത്തെ കണ്ട കുരിശാണ്. അതായത് ആ ഒരു മലയുടെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ കണ്ടത്, അപ്പുറത്തു നിന്നായിരുന്നു നമ്മൾ നോക്കി കണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. റോഡുകളെല്ലാം തന്നെ ഇതുപോലെ ഇങ്ങനെ നിരന്ന് നീണ്ട് കിടക്കുകയാണ്. നല്ല സൗകര്യപ്രദമായിട്ടുള്ള റോഡുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏതൊരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും കൃഷിയുമായി ഇണങ്ങുന്ന ഓരോ കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ടിൽ കൂടുതലായിട്ടും കിട്ടുന്നത്, കാണുന്നത്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമുള്ള സംസ്ഥാനമല്ല ആന്ധ്രാപ്രദേശ്. എങ്കിലും പല ഏരിയയിലും ഇതുപോലെ ടാങ്കുകളിലേക്ക് വെള്ളം കൊണ്ടുവന്നിട്ടൊക്കെയാണ് പല കാര്യങ്ങളും നടത്തുന്നത്. ട്രാക്ടറിൽ ബാക്കിൽ ഇതുപോലെ ടാങ്ക് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് കർഷകർ വെള്ളം കൊണ്ടുപോയിട്ട് കൃഷി നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഷെഡുകളിൽ കണ്ടില്ലേ, വെള്ളം ടാങ്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വെള്ളം, ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവർ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നില്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. പിന്നീട് കുറച്ച് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു പള്ളി കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ച്, മനോഹരമായിട്ട് നമ്മൾ നാട്ടിലൊക്കെ കാണുന്നത് പോലത്തെ ചെറിയൊരു പള്ളി. ബിൽഡപ്പ് ഏരിയ എന്നൊക്കെയാണ് ഈ ഒരു ഏരിയൻ്റെ പേര്. ഈ ഒരു പേരിൽ തന്നെ കുറച്ചൊരു അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നീട് നമ്മൾ ഈ ഒരു പള്ളിയുടെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കടകൾ, അവിടെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന പല ആളുകൾ, വളരെ രസകരമായിട്ടുള്ള ജീവിത രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ആൾക്കൂട്ടമുള്ള ഏരിയയിൽ നിന്നെല്ലാം പോകുന്നത്, കുറച്ച് വീടുകൾ, പിന്നീട് ഗ്യാപ്പ്, പിന്നീട് കുറച്ച് വീടുകൾ, പിന്നീട് ഗ്യാപ്പ്, ഇങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കിയിട്ട് കണ്ണെത്താ ദൂരം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. രണ്ട് സൈഡിലും കൃഷിയിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ടൗൺ ആയിക്കോട്ടെ, വില്ലേജ് ആയിക്കോട്ടെ, ഏതൊരു ഏരിയ ആയിക്കോട്ടെ, കുറച്ച് ഏരിയയിൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നീട് ഇവരുടെ കൃഷി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഏരിയകളായിരിക്കാം ഇവർക്ക് കൂടുതൽ ഏരിയയിലും. എല്ലാവരും ഒരു ഏരിയയിലേക്ക് ജീവിതത്തെ കണ്ട് ചുരുക്കും. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ട് ഇവർ മാറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവരുടെ കൃഷിയിടങ്ങളെല്ലാം തന്നെ കാണാൻ വളരെ ഭംഗിയാണ്. കാരണം നമ്മുടെ പുല്ല് കാര്യങ്ങളൊന്നും മുളക്കാൻ ഇവർ സമ്മതിക്കില്ല. എന്താണോ ഇവർ കൃഷി ചെയ്യുന്നത് അതവർ വളരെ പെർഫെക്റ്റായിട്ട് അതിനെ നിയന്ത്രിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത് നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നുള്ളതാണ്.